മാഡം ആ എന്താ വേണ്ടത്? ഞാൻ ഹെൽപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. ഓക്കെ. ഇതേ ഒരു ഹോട്ടലിലേക്കുള്ള സാധനങ്ങളാ. അതിനൊക്കെ ചില കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഓ ശരി. പാഴ്ചെലവ് പറ്റില്ലല്ലോ. ഓ നല്ല ചൂടാട്ടോ അമ്മേ. ഇത് വയ്ക്കണ്ടെന്ന് പലവട്ടം പറഞ്ഞതല്ലേ. എന്റെ മോൻ ഇത്തിരി ചൂട് സഹിച്ചോ. നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്താ മതി. ദേ, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടണ്ട കേട്ടോ. മെസ്സിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോണം. അതിന് ആരാ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നേ? അച്ചൂട്ടാ നിക്ക്. അച്ചൂട്ടാ 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 അവിടെ നിക്ക്. അവിടെ നിക്ക്. ഒന്നും തെരഞ്ഞു നടന്ന സമയം കളയണ്ട. നിനക്ക് ചോക്ലേറ്റോ മറ്റോ വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം. ഞങ്ങളുടെ മെസ്സിലേക്കുള്ള സാധനങ്ങൾ എടുത്തു വെക്കാൻ പറഞ്ഞിരുന്നു. ബില്ലായിട്ടുണ്ടോ? ഇവിടെയോ? ഇവിടെ തന്നെയാണല്ലോ. സീതമ്മ ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഫോണിൽ അയച്ചു തരാമെന്നാ പറഞ്ഞത്. എന്നോട് അങ്ങോട്ട് പോകുന്ന വഴി സാധനങ്ങൾ എടുത്തോണ്ട് ചെല്ലാനും പറഞ്ഞു. ഇനി സീതമ്മ മറന്നുപോയോ? സാർ, ഏതെങ്കിലും ബസ്സിലേക്കോ ഹോട്ടലിലേക്കോ സാധനങ്ങൾ എടുത്തു വെക്കാൻ പറഞ്ഞിരുന്നു? സാർ, ഒരാളവിടെ എടുത്തോണ്ട് നിൽപ്പുണ്ട് സാർ. എടുത്തു കഴിഞ്ഞെങ്കിൽ കൊണ്ടുവരുമോ? ഞങ്ങൾക്ക് പോകാൻ കുറച്ച് തിരക്കുണ്ട്. ആ കൊണ്ടുവരും. കേക്കുണ്ടോ? ഉണ്ടല്ലോ. വാങ്ങിച്ചോ. ഞാനെടുത്തു വെച്ച സാധനങ്ങൾ എവിടെ പോയി? മാഡം. താങ്ക്സ് കേട്ടോ. ഓക്കെ. ബില്ലടിച്ചോ. സീതമ്മ ഇത്തവണ കണക്കും കാര്യമൊക്കെ വെച്ചാണല്ലോ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പൊ വരാമേ. എടാ, ട്രോളി എവിടെ വെച്ചിട്ട് പോ. ബില്ലടിക്കട്ടെ. നീ വേറെ എടുത്തോ. ബില്ല് അടിച്ചാ പിന്നെ അവിടെ പൊടി പോലും കാണില്ല എന്ന് എനിക്കറിയാം. അതെ, ഞാൻ ഇവിടെ വെച്ചിരുന്ന സാധനങ്ങളൊന്നും കാണാനില്ല. അപ്പോ നിങ്ങൾ രണ്ടാളും ഒരു ഹോട്ടലിൽ നിന്നുള്ളവരല്ലേ? അല്ല. സോറി മാഡം. അപ്പോൾ ഇവരുടെ ട്രോളിയാ ഞാൻ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വന്ന് തന്നത്. സോറി കേട്ടോ. ഞങ്ങളുടെ മെസ്സിലേക്ക് ഇവിടുന്ന് സാധനങ്ങൾ എടുക്കാറുണ്ട്. അതാണെന്ന് കരുതി. അല്ല മോളെ, സാധനങ്ങൾ എവിടെ? മോനുണ്ട് കൂടെ. അവൻ ട്രോളിയുമായിട്ട് അവന് വേണ്ട എന്തോ സാധനങ്ങൾ എടുക്കാൻ പോയിരിക്കുക. ഇപ്പൊ ഇങ്ങ് വരും. ശരി. വലിയ പർച്ചേസ് ഒന്നും ഉണ്ടാവില്ല. ജീരക മിഠായിയൊക്കെ ആവും. മിഠായിലല്ല, അതിനൊപ്പമുള്ള കളിപ്പാട്ടത്തിൽ അവന് കമ്പം. ഓഹോ. ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി എടുക്കാനുണ്ട്. ഞാൻ പോയി എടുത്തിട്ട് വരാം. ഞാൻ അവനെ ഒന്ന് പോയി തപ്പട്ടെ. അല്ലെങ്കിൽ അവൻ നേരെ വെളുപ്പിക്കും. ശരി. ആഹാ മോനെ. ആരാ?
ഞാൻ ശാരദ അമ്മ. മോൻ സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ കുഞ്ഞു വണ്ടിയിലേ ശാരദാമ്മ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിരുന്നതാ. വണ്ടി മാറിപ്പോയതാ. അയ്യോ ആണോ? ഇവനിത് എവിടെ പോയി? അയ്യോ അയ്യോ, കുഞ്ഞു കയ്യിൽ ഇത് താങ്ങില്ല മോനെ. ഒരു കാര്യം ചെയ്, മോന്റെ സാധനങ്ങളും കൂടെ ഇതിനകത്ത് തന്നെ വെച്ചോ. വെച്ചോ, ബില്ലടിക്കാൻ നേരത്തെ എടുത്ത് മാറ്റിയാ മതിയല്ലോ. ഉം. എന്താ മോന്റെ പേര്? അച്ചൂട്ടൻ. ആഹാ. അമ്മയുടെയോ? അഞ്ജലി. അച്ഛനോ? അച്ഛനൊപ്പം ഇല്ല അല്ലേ? എന്റെ കുഞ്ഞുങ്ങളുടെ വിധി തന്നെ. പാവം പെൺകുട്ടി ഈ പ്രായത്തില്. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എവിടെയെല്ലാം തെരഞ്ഞു. നിന്റെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞോ? ആ കഴിഞ്ഞു. എന്നാ ആന്റിയുടെ കൂടെ പോയി ബില്ലടിക്കാൻ കൊടുക്ക. ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പൊ വരാം. ഉം. രണ്ടാളും നല്ല കമ്പനിയായ മട്ടുണ്ടല്ലോ. നല്ല മിടുക്കനല്ലേ നമ്മുടെ അച്ചൂട്ടൻ. അമ്മ ഇപ്പൊ വരാട്ടോ. ഉം. ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇങ്ങ് വന്നേ. എന്താ സർ? ഈ കൗണ്ടർ ഒന്ന് നോക്കി, ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. കഴിഞ്ഞു മാഡം. കഴിഞ്ഞു. ആ അതാ, ഇതൊക്കെ മോന്റെ ആണേ. ഒന്ന് മാറ്റി പൊതിഞ്ഞേക്കണേ. ആ ശരി മാഡം. ഹലോ മാഡം, ആളിന്റെ ഫോട്ടോ ഒന്ന് അയച്ചേക്കണേ. നമുക്ക് ആള് മാറി പോകണ്ടല്ലോ. ഓക്കെ. ആ മോളെ ശാലിനി. ആ അമ്മേ. എടി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. കരുണേട്ടന്റെ അമ്മ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നതാ. ശരി അമ്മേ. ആ ഞാൻ വിളിക്കാം. ഇതാ മാഡം ബാലൻസ്. ആ ആന്റി പോട്ടെ മോനെ. ശരി. നമുക്ക് ഇനിയും കാണാം. ഉം. ഉം. ഹലോ. ആ ഇവിടെ സൂപ്പർ മാർക്കറ്റിലാ. ആ നീ ഇതിന് ബില്ലടിച്ച് വാങ്ങിയില്ലേ അച്ചൂട്ടാ? ഇങ്ങതാ, ദാ ഇതുകൂടി ഒന്ന് ബില്ലടിക്കണേ. അതിന്റെ ബില്ല് പേ ചെയ്തല്ലോ. ആര്? മോന്റെ ആന്റിയല്ലേ കൂടെ ഉണ്ടായിരുന്നത്? ആരാ മോനെ? ശാരദാമ്മ. മോനെ വേഗം പോയി അവരെ ഒന്ന് വിളിക്ക്. ചെല്ല്. ശരി. ഇതൊന്ന് ബില്ല് ചെയ്തേക്ക്. ആ ഹലോ. ആ എല്ലാം വാങ്ങി. ആ ആന്റി
ആ, ഞാൻ വിളിക്കാം. ആ. എന്താ അച്ചൂട്ടാ? ആന്റി അമ്മ അകത്തേക്ക് വിളിക്കുന്നു. എന്തിനാ മോനെ? എന്റെ സ്വീറ്റ്സിന്റെയും ചോക്ലേറ്റ്സിന്റെയും കാശ് ആന്റി അല്ലേ കൊടുത്തത്? അത് തിരിച്ചു തരാനാന്ന് തോന്നുന്നു. അതേ, അത് മോനും ആന്റി ഒരു സമ്മാനമായിട്ട് വാങ്ങിച്ചു തന്നതാ. സമ്മാനോ? എന്തിന്? മോനെ പോലെ 3 കുട്ടികൾ ആന്റിക്കും ഉണ്ടായിരുന്നു. അവരൊക്കെ എവിടെ പോയി? ആഹാ, അവരൊക്കെ വളർന്ന് മോന്റെ അമ്മയുടെ പ്രായത്തിലെത്തി. വാടാ. ഹായ് മോനെ. എന്നെ വിട്. അയ്യോ, മോൻ പോയിരുന്നോ ഞങ്ങളുടെ കൂടെ? ആരാ നിങ്ങളൊക്കെ? മോനെ ഞങ്ങൾ കൊണ്ടുപോട്ടെ. നമുക്ക് പോയാലോ? ശരി, ഓക്കെ ഓക്കെ. ഇതാ മാഡം ബില്ല്. അയ്യോ, ആ? ആ കുഞ്ഞിനെ വിട്. എടോ വിടാൻ. എടോ കുഞ്ഞിനെ വിടാൻ. ഓ, ദേ വിട്ടു. ആ, അയ്യോ മോനെ, എന്ത് തോന്നിയാസേ കാണിക്കുന്നേ? കുഞ്ഞ് പേടിച്ചു പോയില്ലേ? എന്നാ നിങ്ങൾ പോര് ശാരദാമേ. ഏയ്, ഏയ്, വാ. ഏയ്, വിട്. കൈ വിടാൻ. കൈ വിട്. വിട് കൈ. എടോ എന്റെ കൈ വിടറോ. വിട്. വന്ന് പിടിക്കടാ. വിട്. ഇങ്ങോട്ട് വരാൻ. നിങ്ങൾക്ക് ആരാ? എന്താ വേണ്ടേ? ആന്റി വിട്. ഇത് കൈ വിടാൻ. ആന്റിയുടെ കൈ വിട്. വിടറോ. പോടെയാക്കാ. അയ്യോ, അയ്യോ ഒന്നും ചെയ്യല്ലേ, വിട്. എന്റെ കൈ വിടാൻ. വാ. എന്താ നിങ്ങൾക്ക് വേണ്ടേ? പോവാൻ നോക്കാം. എന്നെ വിടാൻ. ഹേയ്, നിങ്ങളോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. നിങ്ങൾ എന്തിനാ എന്നെ പിടിക്കുന്നേ? എന്റെ കൈ വിടറോ. മോനെ. ഡാ, മാറ് നരുന്തേ. അയ്യോ കുഞ്ഞ്. അമ്മ. അയ്യോ മോനെ. അങ്ങ് തൂക്കിക്കോടാ. ഹേയ്, വിട്. അയ്യോ മോനെ. വാ ഇങ്ങോട്ട്. നടക്ക്. എന്റെ കൈ വിടറോ. മോനെ, അച്ചൂട്ടാ, എഴുന്നേക്ക്. അങ്ങോട്ട് കയറുതാ. നിങ്ങൾ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നേ? മോനെ, എന്താ എന്താ ഉണ്ടായേ? നോക്കമ്മേ. ആരാ നിങ്ങളൊക്കെ? വീടിന്റെ കൈ. അടങ്ങിയിരിക്കാൻ. നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചോണ്ട് പോകുന്നേ? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അയ്യോ. മിണ്ടാതിരിക്ക് ശാരദാമേ. ഇത് നിങ്ങൾക്കുള്ള കൊട്ടേഷൻ തന്നെയാ. ജീവൻ കുറച്ചു നേരം കൂടെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ശബ്ദമടക്കം മിണ്ടാതിരുന്നോണം. വണ്ടി വേഗം വിടറാ. എന്തെങ്കിലും പറ്റിയോ മോനെ? ഇല്ലമ്മേ, ചെറുതായിട്ടൊന്ന് പോറിയതേ ഉള്ളൂ. ആ ആന്റി അവരെ പിടിച്ചോണ്ട് പോയി. അവരെവിടെയുള്ളതാ? ആരാണെന്നൊക്കെ അറിയാമോ ആർക്കെങ്കിലും? ശാരദ അമ്മയെന്ന അമ്മ പേര്. മാഡം എന്താ ചെയ്യാൻ പോന്നെ? പോലീസിനെ വിവരം അറിയിക്കണ്ടേ? അതിനൊപ്പം ആൾ ആരാണെന്ന് അറിയണം. ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കണം. ആളെ കണ്ടുപിടിക്കാൻ അതാവും എളുപ്പം. അതിന് ലാസ്റ്റ് ഡയൽ ചെയ്ത കോളൊന്ന് വിളിച്ചു നോക്കാം. ഒരു ശാലിനിയാ വിളിച്ചിരിക്കുന്നത്. ഹലോ അമ്മേ. ശാരദാമ്മയുടെ മോളാണോ? അതെ. ആരാ ഇത്? ഞാൻ വെള്ളാറിലുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാ വിളിക്കുന്നത്. അമ്മ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? അമ്മയ്ക്ക് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല.
ശാലിനി പരിഭ്രമിക്കോ വെറുതെ ബഹളം വെക്കോ ഒന്നും ചെയ്യരുത്. ഞാൻ പറയുന്ന കാര്യങ്ങള് സമചിത്തതയോടെ കേൾക്കണം. അങ്ങനെ ഈ സാഹചര്യത്തെ മറികടക്കാൻ പറ്റും. എന്താന്ന് പറയേ? എന്റെ പേര് അഞ്ജലി. മോനോടൊപ്പം സൂപ്പർ മാർക്കറ്റിൽ വന്നതാ ഞാൻ. ശാലിനി, ശാലിനി, ശാലിനിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ പതറി നിൽക്കാനുള്ള സമയമല്ല ഇത്. സകല ബുദ്ധിയും ബോധവും ഉപയോഗിച്ച് പ്രവർത്തിക്കണം. എങ്കിലേ നമുക്ക് ശാരദാമ്മയെ രക്ഷിക്കാനാവൂ. അഞ്ജലി, അമ്മ തട്ടിക്കൊണ്ടുപോയ കാറിന്റെ നമ്പർ ഓർമ്മയുണ്ടോ? ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട് ശാലിനി. പോലീസിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് ശാലിനി. ഇതിനിടെ നിങ്ങൾ നിങ്ങളുടേതായ വഴിയിൽ അന്വേഷിക്കാൻ. അപ്പൊ ഞാൻ കട്ട് ചെയ്യണേ. ശരി. മോനെ കുറച്ചു നേരത്തേക്ക് ഒന്ന് നോക്കിയേക്കോ. ഞാൻ സീതമ്മയെ വിളിച്ചു പറയാം. ഇവനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാം. ശരി മാഡം. അമ്മേ, അമ്മ എങ്ങോട്ട് പോവാ? അക്രമോ അധർമ്മവും ഈ ഭൂമിയിൽ അഴിഞ്ഞാടാൻ പാടില്ല അച്ചൂട്ട. അപരിചിതരാണെങ്കിലും ദുർബലർക്ക് നേരെ ഉയരുന്ന രാക്ഷസകരങ്ങൾ അപ്പോഴേ തകർക്കണം. അത് കഴിഞ്ഞേ മോന്റെ അമ്മയ്ക്ക് വിശ്രമമുള്ളൂ. ആദ്യം പോലീസിനെ തന്നെ സമീപിച്ചു നോക്കാം. നീതി നടപ്പാക്കി തരേണ്ടവരാണല്ലോ പോലീസ്. മോർണിംഗ് വാ. ജനങ്ങൾക്ക് നീതിയും സമാധാനവും ഒക്കെ പുഴുങ്ങിക്കൊടുക്കാനാ ഞങ്ങളിവിടെ ഇരിക്കുന്നതെന്നാ പലരുടെയും വിചാരം. കാക്കിയിട്ട ഞങ്ങളിൽ ചിലരെങ്കിലും അങ്ങനെയല്ല മേഘനാഥൻ സാറേ. അങ്ങനെ അങ്ങ് പുഴുങ്ങിക്കൊടുത്ത ഞങ്ങളുടെ വീട്ടിലും അടുപ്പ് കത്തണ്ടേ? ഇതുപോലെ തലയിൽ മുള്ളയില്ലാത്ത ചില മണ്ടന്മാരും ഉണ്ട് കേട്ടോ. അവന്മാരുടെയൊക്കെ കാര്യം കട്ടപ്പോയെന്നേ ഞാൻ പറയും. സാറ് ധൈര്യമായിട്ട് പറഞ്ഞോ, എന്നെ വിശ്വസിക്കാമെന്നേ. അത് ഞാൻ സാറിനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. തൃപ്പങ്കോട്ട് വാസുദേവനെ തുഴ കൊണ്ട് തലക്കടിച്ച് പുഴയിൽ മുക്കി കൊന്നിട്ടും ഒരു പട്ടിക്കുഞ്ഞു പോലും സംശയമായിട്ട് വന്നില്ലല്ലോ സാറിന്റെ പിന്നാലെ. അതാ സാറ് ബുദ്ധിയുള്ള പോലീസുകാർ കൂടെയുണ്ടേലുള്ള ഗുണം. വെറും ബുദ്ധിയല്ല സാറേ വേണ്ടത്, ക്രിമിനൽ ബുദ്ധി. തൃപ്പങ്കോട്ട് വാസുദേവന്റേത് ഒരു സ്വാഭാവിക മരണമാണെന്ന് റിപ്പോർട്ട് എഴുതി കഴിഞ്ഞു. ആശങ്ക വേണ്ട. ഇതിപ്പോ ദേശം രാജ്യം ഉടയോൺ തമ്പുരാൻ എന്നൊക്കെ പറയുമെങ്കിലും നീതി നിയമമൊക്കെ ആവുമ്പോ ഞങ്ങള് പോലീസുകാരുടെ കയ്യിലേക്ക് വരും കാര്യങ്ങള്. അവിടുത്തെ കാര്യങ്ങള് ഞാൻ വേണ്ട രീതിയിൽ ചെയ്തോളാം. നിങ്ങളും വേണ്ട രീതിയിൽ ചെയ്താൽ മതി. സാറിന് ഇപ്പൊ എന്ത് സഹായമാ വേണ്ടതെന്ന് പറ. ഈ മുകുന്ദനുണ്ണി റെഡി. ഞാൻ പറഞ്ഞില്ലേ ആ കോടതിയിലെ കേസിന്റെ കാര്യം, അതാകെ തലവേദനയായി കിടക്കുക. അക്കാര്യത്തിൽ താൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇങ്ങോട്ട് വാ സാറേ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഇയാളിപ്പോ ഫ്രീ ആണ്? സാറിന് വേണ്ടി എനിക്കെപ്പോഴാ ഫ്രീ ആകാൻ പറ്റാത്തത്? എങ്കിൽ ഞാൻ വരാൻ പോകുന്നു. അയ്യോ, കട്ടായിക്കളല്ലേ സാറേ. എന്താ മുതലുണ്ണി? സാറേ, തൃപ്പങ്കോട്ട് വാസുദേവന് എണ്ണിയാൽ ഒടുങ്ങാത്ത സ്വത്തുക്കളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോഴത് കയ്യിൽ തീർപ്പായി കിട്ടിക്കഴിയുമ്പോ നമ്മളെ മറന്നുകളയല്ലേ? എടോ,
അതിലൊക്കെ അണാ പൈസ കുറവ് വരാതെ പ്രതീക്ഷിക്കുന്നതിൽ മുകളിൽ തരുമെന്ന് തനിക്കറിയില്ലേ? പിന്നെ ആ ഒരുമാതിരി പോലീസുകാരുടെ ചൊറിഞ്ഞ സ്വഭാവം മേഘനാഥനടുത്ത് കാണിക്കരുത്. ഓ ശരി സാർ. എന്താ സാറേ മുഖത്തൊരു ഉല്ലാസപ്പൂത്തിരി? കാരണമുണ്ടോ? ഈ മുകുന്ദൻ ഉണിക്ക് ഇനി സർക്കാർ സർവീസിൽ കിടന്ന് ചെരുപ്പ് നക്കേണ്ട കാര്യമില്ല. കോടികളുടെ ഒരു ലോട്ടറി അടിക്കാൻ പോകുന്നു, ഒരു ബമ്പർ. അതേത് ബമ്പറാ സാറേ? വിഷു ബമ്പറാണോ? വിഷു ഓണോന്നും അല്ലടോ, രാധ എന്ന ആ ബമ്പറിന്റെ പേര്. രാധയോ? അങ്ങനെ ഒരു ബമ്പറിനെ പറ്റി കേട്ടിട്ടില്ലല്ലോ സാറേ. ഇതൊരു മനുഷ്യ സ്ത്രീയാണോ? എവിടെയുണ്ട് സാറേ അവള്? തേടി കണ്ടുപിടിക്കണം. അതാ ഒരു പണി. അവൾ ഇങ്ങോട്ട് തന്നെ വരും, ഈ മുകുന്ദൻ ഉണ്ണിയുടെ കയ്യിലേക്ക്. അതാണോ എന്റെ ജാതകയോഗം. ശാലിനിയാണല്ലോ. ആ ശാലിനി. വിഷ്ണുട്ടാ, എടോ താനിങ്ങനെ വിഷമിക്കാതെ. ശാരദാമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ശാരദാമ്മയെ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം. ഞാൻ എന്റേതായിട്ടുള്ള വഴിയിലൊന്ന് അന്വേഷിക്കട്ടെ. ഇയാളിപ്പോ ഫോൺ വെക്കേ. ഓ ഓക്കെ. ശാരദാമ്മ എങ്ങോട്ടാ സാർ എത്ര തീർക്കപ്പെട്ട്? എങ്ങോട്ടെന്നറിഞ്ഞാലേ താൻ വരൂ? അല്ല അങ്ങനെയൊന്നുമില്ല, ഒന്നറിയാന്ന് വിചാരിച്ച് ചോദിച്ചതാ സാറേ. 1971 ഒരു ഡിസംബർ മാസം രാത്രി തണുപ്പത്ത് ഞാൻ വീടിന്റെ ഇറയത്ത് കുത്തിയിരിക്കുന്നു. യുദ്ധമൊന്നുമില്ലല്ലോ, പാകിസ്ഥാൻ പട്ടാളക്കാരന്മാരെ കൊല്ലാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാ സങ്കടം. അപ്പതേ ഡൽഹി ഇതൊരു ട്രങ്ക്. ട്രങ്കോളെ വിളിക്കുന്നത് ഫീൽഡ് മാർഷൽ മണിക് ഷാ. മണിച്ചം ഫ്രീ ആണെങ്കിൽ ഇങ്ങ വാ, നമുക്കിവിടെ നിന്ന് പാകിസ്ഥാൻകാരെ കൊല്ലാന്ന് മണിക് ഷാ. എനിക്കാണ് ഞങ്ങൾ സന്തോഷമായി. എന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാൻ അതിർത്തിയിലേക്ക്. എന്റെ സാറേ, ഹോ അന്ന് ശവം എത്ര വീണെന്നറിയാമോ? ഇന്നും ഒരു ശവം വീഴാൻ സാധ്യതയുണ്ട്. ആരുടെ സാറേ? തന്റെ. നീ വായടച്ചിരുന്നില്ലെങ്കിൽ എന്റെ ഒരു ബുള്ളറ്റ് വേസ്റ്റ് ആവും. കമല പറയടാ. ആശാനെ കിട്ടിപ്പോയി. നമ്മുടെ ശാരദാമ്മയെ തട്ടിക്കൊണ്ടുപോയവരുടെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടി. ആണോ? ആരാന്ന് പറയണ? ആരാ? അതാ മട്ടാഞ്ചേരി മാർട്ടിന്റെ ടീം ആശാനെ. മാർട്ടിനോ? മാർട്ടിൻ പക്ഷെ ഇത്ര കാലത്തിന് ശേഷം. അത് അവന്റെ ഒരു പ്രത്യേകത ആശാനെ. പാമ്പിന്റെ പക ഉള്ളി വെച്ചോണ്ടിരിക്കും. എത്ര വർഷം കഴിഞ്ഞാലും ആന് കൊത്തുകയും ചെയ്യും. അതാ അവന്റെ ഒരു ചരിത്രം. എടാ അതിന് അവന് പക എന്നോടല്ലേ? ഞങ്ങൾ തമ്മിലല്ലേ കണക്ക് തീർക്കണ്ടേ? ആശാനോട് മാത്രമല്ലല്ലോ, അവന് ഏട്ടത്തേമയോടും പകയുണ്ടാവില്ലേ? രണ്ടുപേരെയും ഒരുപോലെ നോവിക്കാനായിരിക്കും അവന്റെ ലക്ഷ്യം. അതിനുള്ള അവസരം നോക്കി കാത്തിരുന്നതായിരിക്കും. ശരി ആയിക്കോട്ടെ.
എവിടെയാണ് അവരുടെ താവളം എന്ന് വല്ല ഊഹമുണ്ടോ നിനക്ക്? അവൻ അങ്ങനെ സ്ഥിരമായി താവളമൊന്നും ഇല്ല ആശാനെ. ഓരോ കുറ്റകൃത്യം ഓരോ സ്ഥലത്ത് വെച്ചാ. ഒരാഴ്ച മുമ്പേ ആഴിമലയിൽ അവനും അവന്റെ കൂട്ടാളികളും കൂടെ ഒരു ഗസ്റ്റ് ഹൗസ് എടുത്ത് താവളം ഉറപ്പിച്ചതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരുടെയും നീക്കം വാച്ച് ചെയ്യാനായിട്ടേ സാധ്യതയുള്ളൂ. മിക്കവാറും അവിടേക്ക് തന്നെ ആശാന ഇത്തവണയും നീക്കം. ശരി, നീ വെച്ചോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അച്ഛനെ, പിന്നെ വേറൊരു കാര്യം. എന്താടാ? മാർട്ടിന്റെ കൂട്ടത്തിലുള്ള ടീമേ മൊത്തം കഞ്ചാവാ. എന്തും ചെയ്യാൻ മടിക്കില്ല അവന്മാര്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യണം ആശാനെ. നീ ഫോൺ വെക്കടാ. കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ആളുടെ പേരെന്താന്നാ പറഞ്ഞത്? ശാരദ. ശാരദാമ്മയെ കിഡ്നാപ്പ് ചെയ്ത വണ്ടിയുടെ നമ്പർ പരാതിയിൽ എഴുതിയിട്ടുണ്ട് സർ. അതൊക്കെ വ്യാജ നമ്പരായിരിക്കും. പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ കിഡ്നാപ്പ് അല്ലേ? അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഏതെങ്കിലും പെട്ടി ഓട്ടോയുടെയോ ബൈക്കിന്റെയോ ഒക്കെ നമ്പരായിരിക്കും. അതും ഏതെങ്കിലും പാവപ്പെട്ടവന്മാരുടെ. അപ്പോ ശാരദാമ്മയെ കണ്ടുപിടിക്കാൻ വഴിയൊന്നും ഇല്ലെന്നാണോ സാർ പറയുന്നത്? അങ്ങനെയല്ല. കുട്ടി ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ തന്നെ കൺട്രോൾ റൂമിൽ നിന്ന് എല്ലായിടത്തേക്കും മെസ്സേജ് പോയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും ബസ് സ്റ്റാൻഡുകളിലേക്കും ഒക്കെ അലർട്ട് മെസ്സേജ് പോയിട്ടുണ്ട്. വണ്ടി നമ്പർ ഫേക്ക് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വണ്ടിയുടെ മോഡലും കളറും ഒക്കെ ഫോക്കസ് ചെയ്താ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. കാണാതായ ആളുടെ ഫോട്ടോ ഫോണിൽ അയച്ചു കിട്ടിയതുകൊണ്ട് അന്വേഷണം കുറച്ചുകൂടി എളുപ്പമാണ്. ആ ഫോട്ടോ ആര് തന്നാ പറഞ്ഞത്? കാണാതായ ശാരദാമ്മയുടെ മകളാണ് സർ, ശാലിനി. ഇപ്പൊ ഇത്തിരി മിസ്സിംഗ് കേസുകൾ പതിവാ. നമ്മുടെ DYSP സാർ തന്നെ ഇതുപോലൊരു മിസ്സിംഗ് കേസ് നേരിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഒരു രാധയുടെ. അല്ലേ നീ എങ്ങോട്ടാ? സാർ പറഞ്ഞ ഞാൻ കാണിച്ചു തരാന്ന്. ഒരു മേജർക്ക് മുന്നിൽ ചെന്ന് നിന്ന DYSP വരെ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യും. അതിന് മേജറെ ഞാനിപ്പോ എവിടെ പോയി സംഘടിപ്പിക്കാനാ? മേജർക്ക് കഞ്ഞി വെച്ച് കൊടുത്ത കളെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കില്ലല്ലോ DYSP. അല്ല അത് പിന്നെ ഇയാൾ ഇവിടെ തന്നെ നിന്നാ മതി. എനിക്കൊരു കമ്പനിക്ക് തന്നെ കൂടെ കൊണ്ടുവന്നേ ഉള്ളൂ. അത് പിന്നെ പിന്നെ എന്താ സാർ, ഇവിടെ നിൽക്കുന്ന പോലീസുകാരെ മുഴുവൻ ഞാൻ വരുന്നതിനിടയ്ക്ക് ഷൂട്ട് ചെയ്തിടരുത്. അവരെ കൊണ്ടേ ഈ നാടിന് ഇനി ആവശ്യമുള്ളതാ. ആരും കേട്ടില്ല. ബോറടി മാറ്റാൻ അത് തന്നെ വഴി. കമൺ മാർച്ച്. അല്ലെങ്കിൽ വേണ്ട. എക്സ്ക്യൂസ് മീ. എന്നെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കേട്ടോ. എന്റെ പേര് മണിച്ചൻ. മിലിറ്ററിയിലെ വലിയ കക്ഷിയാ. കേണൽ മനേഷ് ആക്ടൊക്കെ ഒപ്പം.
എനിക്കിവിടെ ഒരു ഇരട്ട സഹോദരമുണ്ട്. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ക്ലീറ്റസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് വിട്ടേ, നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. സാർ, ആ കുട്ടിയെ എന്നാണ് കാണാതായത്? ആരെ? രാധേ. ഈ ഇടയെ മറ്റോ ആണെന്ന് തോന്നുന്നു. എന്തു പ്രായം വരും? അതൊന്നും അറിയില്ല. ഒരു പേര് മാത്രം അറിയാം, രാധ. സാർ, ശാരദാമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. കോൾ അറ്റൻഡ് ചെയ്യേ. ആളെ മോചിപ്പിക്കാനുള്ള പണവും മറ്റും ആവശ്യപ്പെട്ടുള്ള കോളാണെങ്കിൽ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഒന്നും ഇതിലുണ്ടെന്ന് തോന്നുന്നില്ല സാർ. എന്തായാലും അറ്റൻഡ് ചെയ്യേ. ഹലോ 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 ഓഫീസർ. ഹലോ. അൺനോൺ നമ്പർ ആയിരുന്നു, കട്ടായി സാർ. അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്ക്. എൻഗേജ്ഡ് ആണ് സാർ. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലായോ മൂന്നനുണിക്ക്? തൃപ്പങ്കോട്ടെ സ്വത്തവകാശപ്പെട്ട് രാധയും അനിയത്തിമാരും വന്നിരിക്കുന്നു എന്നല്ലേ? അത് സാറിന്റെ വക്കീൽ പറയുന്നത് പോലെ ആൾമാറാട്ടം തന്നെയാകാനേ വഴിയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് മറനീക്കി വെളിയിൽ വന്നാലുള്ള കുഴപ്പമെന്താ സാറേ? കോട്ടയ്ക്കൽ മേഘനാഥനെതിരെ അങ്ങനെ ഒരു ആൾമാറാട്ടം നടത്താൻ ആരാ മൂന്നനുണി ധൈര്യപ്പെടുക? അതും കോടതിയിൽ പോലീസിന്റെ ഒക്കെ മുന്നിൽ വെച്ച്. അതും ശരിയാണ്. മാത്രമല്ല, കോടതി അവർക്ക് അനുകൂലമായി വിധിക്കണമെങ്കിൽ അവരുടെ അവകാശവാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് തോന്നിയിരിക്കണമല്ലോ. സാറിനെ നന്നായി അറിയാവുന്ന ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള വിരട്ടാണെങ്കിലോ? പക്ഷെ എന്തിന്? അതല്ലേ ചോദ്യം. സാറേ, സുഭദ്രയുടെ അച്ഛൻ വാസുദേവന്റെ ഒരു ആരാധക വൃന്ദമായിരുന്നല്ലോ തൃപ്പങ്കോട്ടുണ്ടായിരുന്നത്. അക്കൂട്ടത്തിൽ ആരെങ്കിലും സാറിന് അറിഞ്ഞുകൊണ്ട് തരുന്ന പണിയായിക്കൂടെ? അതിനൊരു സാധ്യതയുണ്ട്. ആ കൊച്ചു വക്കീലൊക്കെ തുനിഞ്ഞിറങ്ങിയിരിക്കുക എന്റെ മനസമാധാനം കെടുത്താൻ. എന്നാലും അത് അത്രയേ ഉള്ളെന്ന് കരുതി അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ലടോ. എന്റെ മനസ്സിലെ ചില സംശയങ്ങളാ ഇപ്പൊ സാറിനോട് ചോദിച്ചുറപ്പാക്കിയത്. ഇത്രയും കേട്ടാ മതിയായിരുന്നു. രാധയെ അനുജത്തിമാരും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് എനിക്ക് ഒരു റിസ്കാ സാറേ. തൃപ്പങ്കോട്ട് വാസുദേവൻ തുഴക്കടിയേറ്റ് പുഴയുടെ ആഴത്തിലേക്ക് പോയതിൽ എനിക്കും ഒരു പങ്കുണ്ടല്ലോ. അല്ല, അത് സ്വാഭാവിക മരണമായതില്ലേ? എന്തായാലും രാധ അനിയത്തിമാരും ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അതെ, കോടതിയിൽ എന്ത് സഹായമാണ് സാർ എന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്? ശിവലോകമൊരുക്കാൻ കഴിവുള്ള മേഘനാഥന് കോടതിക്ക് ചുറ്റുമൊരു ചക്രവ്യൂഹമൊരുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നറിയാലോ. അവള് വന്നിറങ്ങിയാൽ അവള് പെടുത്തിയിരിക്കും മേഘനാഥൻ. അവളുടെ തന്തയുണ്ടല്ലോ, തൃപ്പങ്ങോട്ട് വാസുദേവൻ, അയാളുടെ ചാവിന് ഒരു ഔദ്യോഗിക മുദ്ര ചാർത്തി തന്നതുപോലെ ഇതിനും ഒരു ഒഫീഷ്യൽ പൂട്ടിട്ട് തരണം.
ഡിവൈഎസ്പി മുകുന്ദനുണ്ണി. ഏറ്റു സാറേ. മേഘനാഥൻ സാർ ചക്രവ്യൂഹമൊരുക്കുമ്പോ അതിന്റെ പടനായകനായി മുന്നിലുണ്ടാവും ഡിവൈഎസ്പി മുകുന്ദനുണ്ണി. രാധയോ അനുജത്തിമാരെ കുരുക്കാൻ. ക്യാപ്റ്റൻ വിക്രം ഭദ്ര കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? താനൊക്കെ എന്തിനാണോ ജീവിച്ചിരിക്കുന്നത്? കാർഗിൽ യുദ്ധത്തിലെ ഹീറോയാ ക്യാപ്റ്റൻ വിക്രം ഭദ്ര. അയാൾ ഉള്ളതുകൊണ്ടാ താനൊക്കെ ഇവിടെ ഇങ്ങനെ തോഹം കുത്തിപ്പിടിച്ചോണ്ട് നിൽക്കുന്നത്. ഇല്ലെങ്കിലേ കാർഗിൽ വഴി ഇടിച്ചു കയറിയ പാകിസ്ഥാൻ പട്ടാളം അങ്ങ് കന്യാകുമാരി വരെ കയറി പോയേനെ. ഓ ശരി. ഈ പറഞ്ഞ ക്യാപ്റ്റൻ വിക്രം ഭദ്രയുടെ ഹീറോ ആരെന്നറിയാമോ? ആരാ? ഈ മടിച്ചനാ മടിച്ചേ, പറഞ്ഞാ വിശ്വസിക്കൂല. വിക്രം ഭദ്രയുടെ പൂജാമുറിയിൽ എന്റെ ഫോട്ടോയുടെ മുന്നിൽ ഒരു നിലവിളക്ക് കത്തി നിൽപ്പുണ്ട്. ശരി, ഓക്കെ. ആരാ? അതൊരു അമ്മ വീട് ഹോട്ടലിൽ നിന്നുള്ള കോളായിരുന്നു സർ. സാധനങ്ങൾ വാങ്ങാൻ പോയ ശാരദാമ്മ ഇനിയും കാണാത്തതുകൊണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് വിളിച്ചതാ. ശരിയായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഹോട്ടലിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനാ അവർ സൂപ്പർ മാർക്കറ്റിൽ വന്നത്. എന്തായാലും ഫോൺ ഇവിടെ വെച്ചേക്കാം. റാൻസം ആവശ്യപ്പെട്ടുള്ള കോൾ എന്തെങ്കിലും വരുമോന്ന് നോക്കാമല്ലോ. അതിന് സാധ്യതയൊന്നും തോന്നുന്നില്ല സർ. ഫോൺ ശാരദാമ്മയുടേതായതുകൊണ്ട് അതിപ്പോ പോലീസിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാവുമെന്ന് ഊഹിക്കാനുള്ള ബുദ്ധി കിഡ്നാപ്പ് ചെയ്തവർക്കുണ്ടാവുമല്ലോ. ശാരദാമ്മയുടെ ബന്ധുക്കളെ ആരെങ്കിലും അല്ലേ അവര് വിളിക്കൂ? അതും ശരിയാണ്. ഇനി കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നിട്ട് ശാരദാമ്മ അവരെ തിരിച്ചറിഞ്ഞതുകൊണ്ട് പിടിച്ചോണ്ട് പോയതാണോ? കിഡ്നാപ്പേഴ്സ് പണത്തിന് വേണ്ടിയാണെങ്കിൽ കൂടുതലും കുട്ടികളെ അല്ലേ ലക്ഷ്യമിടുന്നത്. നിങ്ങൾ പറഞ്ഞ പ്രകാരം ശാരദാമ്മ ഒരു ഇടത്തരം ഹോട്ടൽ ജീവനക്കാരിയാണ്. അവരെ തട്ടിക്കൊണ്ടുപോയത് കൊണ്ട് ആർക്കെന്ത് നേട്ടം? എനിക്കങ്ങനെ തോന്നുന്നില്ല സർ. അച്ചൂട്ടിന് വേണമെങ്കിൽ അവർക്ക് അനായാസം തട്ടിക്കൊണ്ടു പോകാമായിരുന്നു. ശാരദാമ്മയെ പോലുള്ള പ്രായമായൊരു സ്ത്രീയുടെ എതിർപ്പൊന്നും അവർ പ്രശ്നമാക്കുമായിരുന്നില്ല. അച്ചൂട്ടിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പോലെ അവര് നമുക്ക് മുന്നിലൊരു പുകമറ സൃഷ്ടിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആട്ടെ, ഈ അച്ചൂട്ടന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? അച്ചൂട്ടനെ തട്ടിക്കൊണ്ടുപോയി വിലപേശി കുടിപ്പക തീർക്കാൻ വൈരാഗ്യമുള്ള ആരെങ്കിലും? ഒരാളുണ്ട് സർ. അയാളുമായി കോടതിയില് ഞങ്ങൾക്കൊരു കേസും ഉണ്ട്. ആര്? മേഘനാഥൻ. ഈ രാധ കോടതി വരെയൊന്നും എത്തില്ല മേഘനാഥൻ സാറേ. അതിനു മുമ്പ് ഞാൻ തൂക്കിയിരിക്കും. അത് ഡിവൈഎസ്പി മുകുന്ദനുണ്ണി മേഘനാഥൻ സാറിന് തരുന്ന വാക്കാ. എന്തായാലും ശാരദാമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു കിട്ടും. പിടിച്ചോണ്ട് പോയവന്മാരെയും തൂക്കും. നമ്മുടെ ഡിവൈഎസ്പി സാറേ ആള് പുലിയാ. ഞാനൊന്ന് സംസാരിക്കണോ ഡിവൈഎസ്പി സാറിനോട്? കാണുന്നതിൽ തകരാറൊന്നുമില്ല. ഈ ഫോണിൽ ആരെങ്കിലും വിളിച്ചാ എന്നെയും കൂടി ഒന്ന് അറിയിക്കണം. ശരി. കൊച്ചേ, ഒന്ന് നിന്നേ. ദാ ഈ ഫോൺ അടിക്കുന്നു.
ശാലിനിയാണല്ലോ. ഹലോ ശാലിനി. അഞ്ജലി, അഞ്ജലി ഇപ്പൊ എവിടെയാ? ഞാൻ പോലീസ് സ്റ്റേഷനിലാ ശാലിനി. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല അഞ്ജലി, ഞങ്ങള് ശരി, ഞാൻ പറഞ്ഞോളാം. എന്താ? ശാരദാമ്മയുടെ മകളാണ് സർ. അവരെ തട്ടിക്കൊണ്ടുപോയ വാഹനം ആഴിമല ഭാഗത്തേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാ ആര് പറഞ്ഞു? അവരെ ആരെങ്കിലും പോലീസിന്റെ പണി ഏൽപ്പിച്ചിട്ടുണ്ടോ? അതൊക്കെ ഇവിടുത്തെ ഡിവൈഎസ്പി സാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. ആ കൊച്ചിനെയും മേഘനാഥനെയും കണക്ട് ചെയ്ത് അന്വേഷിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആഴിമല പോലും. ഒരു ദിവസം ഉച്ചയ്ക്ക് കാർഗിലിലെ മഷ്കോ വാലിയിൽ ഒരു മലഞ്ചെരുവിൽ ഒരു AK-47 പിടിച്ച് തളർന്നുകൂത്തിരിക്കെ ഈ പറഞ്ഞ കക്ഷി ആര്? നമ്മളെ ക്യാപ്റ്റൻ വിക്രം ബത്ര. നല്ല പുള്ളുന്ന ചൂടും. അതിന് കാർഗിലിലെ മഞ്ഞല്ലേ? അത് പിന്നെ മഞ്ഞ നേറി ആകാശത്ത് പിന്നെ ചൂരയല്ലേ? താൻ കാറിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ മിണ്ടത് ചുപ്പരാകോ. ദ്രാസും ബെഡാലിക്കും മറ്റോമാരെ കയ്യിലായി. ഏത് ലവ്മാരുടെ? പാകിസ്ഥാൻകാരുടെ. ഇനി എന്ത് ചെയ്യും മണിച്ചാന്ന് പറഞ്ഞ് താടിക്ക് കൈയും കൂടി തിരിക്കുക വിക്രമഭദ്ര. ഞാൻ വിക്രമഭദ്ര തോളിലാണ് തട്ടിട്ട് പറഞ്ഞു, നേരെ കേറി അങ്ങ് പൂശഭദ്രന്ന് ഈ മണിച്ചറുണ്ട് കൂടെയാണ്. അതോടെ ഭദ്രക്ക് ഉത്സാഹമായി. അയാൾ ചാടി എഴുന്നേറ്റു. അപ്പോഴാ എന്റെ ഫോണിൽ പ്രസിഡന്റിന്റെ കോള്. ആരാന്നാ? പഞ്ചായത്ത് പ്രസിഡന്റോ? അല്ല, കരയോഗം പ്രസിഡന്റ്. എടോ, ഇന്ത്യൻ പ്രസിഡന്റ് എന്ന്, രാഷ്ട്രപതി. ഫോൺ അറ്റൻഡ് ചെയ്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രസിഡന്റ് ഇതാണ് ഞങ്ങളെ തീരുമാനം. അപ്പൊ പ്രസിഡന്റ് പറയാ, മണിച്ചനുണ്ടോ എന്നാ എനിക്ക് ധൈര്യമാണ് മുന്നോട്ട് പോവാന്ന്. ഇത് എവിടെയോ കണ്ടതല്ല, പരിചയമുണ്ടല്ലോ. കിട്ടി കിട്ടി, ആളെ കിട്ടി. അതായത് കോടതിയിൽ അവള് വരുമ്പോ ഒരു മിനിറ്റ്. എന്താടോ, ഞാനിവിടെ ഒരു സീരിയസ് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. സാറേ, ഈ ഒന്നും സംസാരിക്കാനില്ല. സാർ അന്വേഷിച്ചടക്കുന്ന ആളെ കിട്ടി. രാധാ അല്ല 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 സുഭദ്ര. സുഭദ്ര ഇവിടെ ഉണ്ട് സാറേ. എവിടെ? ഇവിടെ ഉണ്ട് സാർ, ഇരിക്കുന്ന DYSP ഓഫീസിന്റെ മുറ്റത്ത്. എന്താ എന്താ മേഘനാഥ് സാറേ? അയ്യോ പോവല്ലേ, അതാ കൊച്ചേ മേഘ സാർ വന്നോട്ടെന്ന്. എവിടെ സാറേ? എവിടെയാണോ സാറേ, ദേവോന്ന് നോക്ക് സാറേ. പിന്നെ ബാക്കി ഞാൻ വന്നിട്ട് പറയാം കേട്ടാ, സമയമില്ല ഇപ്പം. അയ്യോ പോലെ സാറേ, ഞാൻ കയറി. മേഘനാഥൻ സാർ എങ്ങോട്ടാ പോയത്? മേഘനാഥനോ? ആ,